ഇങ്ങനെയുള്ള കാര്യം ചെയ്തിട്ട് നിങ്ങൾ ക്ഷേത്ര സമ്പ്രദായത്തിൽ പോയാൽ ഈ പിശാച് അതിനേക്കാളും ശക്തിയായിട്ട് നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്തെടുക്കാൻ കഴിയില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഗുരു സമ്പ്രദായത്തിലേ നമുക്ക് വരമ്പ അതാണ് ഗുരു എന്ന് പറയും. അതാണ് പ്രകാശ വസ്തു. എന്താണ് നക്ഷത്ര ഗണങ്ങൾ വരെ എത്തിയിട്ടും അവിടെ നിൽക്കുന്ന നക്ഷത്ര ഗണത്തിൽ നിൽക്കുന്ന പിശാചി, അതാണ് നക്ഷത്രം. അപ്പൊ ഈ 27 നക്ഷത്രമല്ല ലോകത്ത് കാണുന്നത് കോടിക്കണക്കിന്. ഇതെല്ലാം അവിടെ ഇങ്ങനെ ഈശ്വരവചന ചെയ്ത് വളർന്നു പോയ ഈ പിശാച് അവിടെ ചെന്ന് നിൽക്കുകയാണെന്ന് നിങ്ങളോട് ഇതുവരെ അധികം പേര് പറയാറില്ല. ചിലര് പറയും ഈ കാണുന്ന നക്ഷത്രം അങ്ങനെയാണ്. ഇതിങ്ങനെ കോടിക്കണക്കിന് വർഷം അന്തരീക്ഷത്തിൽ നിന്നിട്ട് ഇതിങ്ങനെ സഞ്ചരിക്കുക. ഈ സഞ്ചരിക്കുമ്പോൾ ഓരോ ഇപ്പൊ ഭൂമി ഒരു ഗോളമാണ്, ഇതിന്റെ ചുറ്റും വന്ന് സഞ്ചരിക്കും. അങ്ങനെ 9 ഗോളങ്ങളുടെയും ചുറ്റും സഞ്ചരിക്കും. ഇത് പൊടിപടലങ്ങളെ കൊണ്ട് മറയും. ഇത് മറഞ്ഞിട്ട് ഇത് ഒരു കരിങ്കല്ല് ചില്ല് പോലെയാവും. അതങ്ങനെ മാറി ഈ ധൂമകേതു എന്നൊക്കെ നിങ്ങൾ പേര് പറയാറുണ്ട്. എന്താണ്, ഒരു വശത്തേക്ക് മാത്രം ടോർച്ച് പോലെ വെളിച്ചം പകരുന്നത്. ഇത് എത്രയോ ദൂരം പോകുമെന്ന് ആർക്കും അറിയില്ല. ഇതിങ്ങനെ കറങ്ങി കറങ്ങി ഒരു രാജ്യത്ത് അത് കറങ്ങിപ്പോയെങ്കിൽ ആ രാജ്യത്ത് യുദ്ധം ഉണ്ടാകുമെന്നാ പറയുന്നത്. ഇത് നിങ്ങൾക്ക് ശാസ്ത്രീയമായി പഠിച്ചവർക്ക് ഒരു വലിയ കെടുതിയായിട്ട് തോന്നൂല. അപ്പൊ അങ്ങനെയുള്ള പിശാച് ഈ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്കോ ഒരു തന്ത്രിക്കോ ഒരു വൈദ്യനോ ശാസ്ത്രജ്ഞനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെ പെശകി നിൽക്കുന്ന ഈ കർമ്മഗതിയെ പിന്നെ അതിൽ താഴോട്ടുള്ളതൊന്നും പറയുകയും വേണ്ട. ഇതാണ് നമ്മുടെ കുഴപ്പമൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് നമ്മൾ എവിടെയൊക്കെ കിടന്ന് തപ്പുക. ഇത് അടുത്ത കാലത്ത് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേപ്പറിലൊക്കെ കണ്ടു, ഒരു സയൻസുകാരന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് ക്യാമറ പിടിച്ചപ്പോൾ അവിടെ ആകാശം കെട്ടിടം ഒക്കെ കാണുന്നു. അത് പൂർത്തീകരിച്ച ഒരു നല്ല കെട്ടിടം പോലെയാ കാണാം. പക്ഷെ അതിന്റെ ദൂരം എത്രയാണെന്ന് ചോദിച്ചപ്പോ 50,000 പ്രകാശവർഷം. നിങ്ങൾ എങ്ങനെ എത്തോടെ? അപ്പൊ ഇത് കേട്ടുടനെ മാർപ്പാപ്പായും എല്ലാരും കൂടി ഇളകിയിട്ട് ദൈവം ഇരിക്കുന്ന ഇടം കാണാനായിട്ട് അവര് ഇളകിയിരിക്കുക. കണ്ടില്ലേ? കണ്ടെത്തിയാൽ എന്താവാൻ?